ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ ഷിഫാൻസ് വ്ലോഗ്. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അൽഫാം മന്തി റെസിപ്പിയാണ്. ഈ റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യമായി ഒരു പാൻ ചൂടാക്കാൻ വെച്ച് അതിലേക്ക് 3 വറ്റൽമുളകും, പട്ട, ഏലക്കായ, 1 സ്പൂൺ വലിയ ജീരകം, 1/2 സ്പൂൺ ചെറിയ ജീരകം, 1 സ്പൂൺ കൊറിയാണ്ടർ പൗഡറും 1 സ്പൂൺ കുരുമുളക് പൊടിയും ഇട്ട് നല്ലവണ്ണം റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഇത് നല്ലവണ്ണം പൊടിച്ചെടുക്കാം. ഇനി 1.25 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി ഇതുപോലെ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗളെടുത്ത് അതിലേക്ക് 1/4 കപ്പ് തൈരും 2 സ്പൂൺ നാരങ്ങ നീരും ചേർക്കുക. ഇനി ഇതിലേക്ക് പൊടിച്ച് വെച്ച മസാലക്കൂട്ട് ചേർക്കാം. 1 സ്പൂണ് ഉപ്പും ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ചിക്കൻ ചേർത്ത് അത് നല്ലവണ്ണം മാഗ്നേറ്റ് ചെയ്യാം. എല്ലാ ചിക്കൻ കഷ്ണങ്ങളും ഇതുപോലെ ചെയ്തെടുക്കാം. ഒരു മിക്സിയുടെ ചെറിയ ജാറെടുത്ത് അതിലേക്ക് 1 വലിയ ഉള്ളി കഷ്ണങ്ങളാക്കിയതും 1 തക്കാളിയും 12 വെളുത്തുള്ളിയും 1 വലിയ കഷ്ണം ഇഞ്ചിയും ചേർക്കുക. ഇതിലേക്ക് മല്ലി ഇല നല്ലവണ്ണം കഴുകി വൃത്തിയാക്കിയത് ചേർത്ത് അതിലേക്ക് 1 സ്പൂൺ മുളക് പൊടിയും ചേർത്ത് നല്ലവണ്ണം അരച്ചെടുക്കാം. ഈ ബൗളിലേക്ക് 2 സ്പൂൺ ടൊമാറ്റോ പേസ്റ്റ് ചേർത്ത് അതിലേക്ക് ഈ അരച്ച് വെച്ച മിക്സ് ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം. ആദ്യം 6 മണിക്കൂർ മാഗ്നേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഒന്നുകൂടി ഈ മിക്സിൽ മാഗ്നേറ്റ് ചെയ്ത് വെക്കാം. ഇനി മന്തി റൈസ് തയ്യാറാക്കാം. അതിനു വേണ്ടി ഒരു കടായി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് അതിലേക്ക് പട്ട, ബേ ലീവ്സ്, ഏലക്കായ എന്നിവ ചേർക്കുക. പിന്നീട് അതിലേക്ക് ചെറിയ ജീരകം 1 സ്പൂൺ ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്യുക. അതിനുശേഷം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം. എന്നിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്യാം. പിന്നീട് 1 ക്യാപ്സിക്കം ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത്
ഒന്നുകൂടി ഇളക്കിയെടുക്കാം. ഒരു വലിയ സവാള ചെറുതായി കട്ട് ചെയ്തതും ചേർക്കാം. നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഒരു ചിക്കൻ മാഗി ക്യൂബ് ചേർക്കാം. എന്നിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്യാം. ഒരു സ്പൂണ് കുരുമുളക് ചേർക്കാം. പിന്നീട് ഒരു വലിയ തക്കാളി നല്ലവണ്ണം പേസ്റ്റാക്കി അരച്ചതിന് ശേഷം ഇതിലേക്ക് ചേർക്കാം. ഒരു സ്പൂൺ മന്തി മസാലയും ചേർക്കാം. രണ്ട് കപ്പ് മന്തി റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിനുവേണ്ടി 4 കപ്പ് വെള്ളം ഇതിലേക്ക് ചേർക്കാം. ഇരട്ടി വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അരി വേവിക്കാനുള്ള വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ഡ്രൈ ലെമൺ ചേർക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. കുറച്ച് മല്ലിയില ചെറുതായി കട്ട് ചെയ്തതും ചേർക്കാം. ഇതിലേക്ക് 2 കപ്പ് മന്തി റൈസ് നേരത്തെ കുതിർത്തി വെച്ചിരുന്നു, അത് ചേർക്കാം. എന്നിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് അടച്ച് വെച്ച് വേവിക്കാം. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ മന്തി റൈസ് റെഡിയായി വന്നിട്ടുണ്ട്. ഇത് ഇനി ദം ചെയ്യാൻ വെക്കാം. ഇനി ഇതിലേക്ക് പച്ചമുളക് 3 പച്ചമുളക് ഇതുപോലെ കുത്തി വെച്ച് അടച്ച് വെക്കാം. ഇനി അൽഫാം റെഡിയാക്കാം. ഇതിനു വേണ്ടി ഞാനൊരു പാനിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ചിക്കൻ മാഗ്നേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ചേർക്കാം. ഈ ചിക്കൻ ഇടയ്ക്കിടയ്ക്ക് മറിച്ചിട്ടിട്ട് വേവിക്കാം. ഇടയ്ക്കിടയ്ക്ക് മറിച്ച് കൊടുക്കാം. ഇപ്പോൾ ചിക്കൻ വെന്ത് വന്നിട്ടുണ്ട്. ഇത് പാനിൽ നിന്നൊന്ന് മാറ്റിയെടുക്കാം. ഇനി ഒരു ബൗളിലേക്ക് 1/4 കപ്പ് ടൊമാറ്റോ കെച്ചപ്പ് ചേർക്കാം. അതിലേക്ക് 1 സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കാം. എന്നിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത്
വേവിച്ച് വെച്ച ചിക്കനിലേക്ക് നല്ലവണ്ണം തേച്ച് പിടിപ്പിക്കാം. ഇനി ഇത് ഒന്നുകൂടി ഫ്രൈ ചെയ്യാം. ഇപ്പോൾ അൽഫാം ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മന്തി റൈസിന് മുകളിലേക്ക് വെക്കാം. ഇനി ഇതിന് ഒരു സ്മോക്കി ഫ്ലേവർ വരണം. അതിന് നമുക്ക് സ്റ്റീൽ പാത്രത്തിലേക്ക് ചാർക്കോൾ വെച്ച് പുകച്ചെടുക്കാം. ഇത് നല്ലവണ്ണം മൂടി വെക്കാം. ഇപ്പോൾ അൽഫാം മന്തി റൈസ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് ആൾ എന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ഷിഫാൻസ് വ്ലോഗ് ആൻഡ് ക്രാഫ്റ്റ്.